ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നൊരു യാത്ര പോയതാണ് കേട്ടോ, വേറെ എവിടേക്കുമല്ല, എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ പോയി വന്നിട്ട് കുറച്ച് ദിവസമായി. വീഡിയോ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു പോക്കുണ്ടായി. അപ്പോൾ വേറെ ഒന്നുമല്ല, എൻ്റെ ഉമ്മയുടെ കണ്ണ് ഓപ്പറേഷനായിരുന്നു കേട്ടോ, കോയമ്പത്തൂരിൽ നിന്നായിരുന്നു. അപ്പോൾ അത് ചെയ്ത് വന്നിട്ടുണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കണമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉമ്മാർക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ നോക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ആയാൽ നമ്മൾ ഉമ്മാർ ജീവൻ കളയില്ലേ. അപ്പോൾ അതേപോലെ തിരിച്ചും നമുക്ക് അതന്നെയല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്. അപ്പോൾ രണ്ട് താത്താരും കൂടെയാണ് ചെയ്യാൻ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ദിവസം വന്ന് നിൽക്കാമെന്ന് പറഞ്ഞതായിരുന്നു. എനിക്കിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ കാരണം മക്കളെ മദ്രസ സ്കൂളൊക്കെ കുറേ ദിവസം മുടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്നാൽ തന്നെ ഒരാഴ്ച സ്കൂളും മദ്രസയൊക്കെ ലീവായിട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സും എഴുതാനുള്ളതൊക്കെ പെൻഡിങ്. അപ്പോൾ എന്തായാലും പിന്നെ അതൊന്നും നോക്കിയില്ല. എന്തായാലും ഒരാഴ്ച ലീവൊക്കെ പറഞ്ഞ് ഞാനും മോനും കാക്കും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഞാൻ എന്തായാലും പെരിന്തൽമണ്ണയിൽ നിന്ന് പോയി KSRTCയിലാണ് കേട്ടോ പോവുക. അപ്പോൾ എന്നും ഞാൻ അങ്ങനെ തന്നെ KSRTC ബസ്സിലാണ് പോവുക, പ്രൈവറ്റ് ബസ്സിൽ ഞാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം പോയപ്പോൾ ഫ്രീ ആണ് കേട്ടോ ബസ്സിൽ. നമ്മളിപ്പോൾ സർക്കാരിൻ്റെ ഫ്രീ ബസ്സിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് സ്റ്റേഡിയം ഇറങ്ങി അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു കടിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ യാത്ര കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ കുടിക്കുന്ന പതിവാണ് കേട്ടോ. എന്നും ഞങ്ങൾ ഈ ഒരു കടയിലാണ് കേട്ടോ ഇവിടെ കയറുക. ഈ കട മാത്രമല്ല, കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇവിടേക്ക് കേട്ടോ കയറുക. അപ്പോൾ ഞാനൊരു ചായയും നല്ല മസാല ബോണ്ടയാണ് കേട്ടോ കഴിച്ചത്. മോന് ജ്യൂസും ചിക്കൻ റോളൊക്കെയാണ്. അവന് പിന്നെ വലിയ ഇത് പറ്റുള്ളൂ കേട്ടോ, എവിടെ കയറിയാലും ചെറിയ ഐറ്റംസ് ഒന്നും അവന് പറ്റില്ല. അങ്ങനെ അവിടുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്കുള്ള കൊല്ലങ്കോടുള്ള ബസ്സിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അവിടുന്ന് പിന്നെ ഓട്ടോറിക്ഷ എടുത്ത് പോകണം. ഉമ്മ തറവാട്ടിലാണ് കേട്ടോ, അപ്പോൾ ഉമ്മ ഇവിടെ ടൗണിലല്ല. അങ്ങനെ ഞങ്ങളിതാ കൊല്ലങ്കോടിലേക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് കാത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ കാക്ക ഓട്ടോറിക്ഷ വിളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ തന്നെ താത്ത ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, എൻ്റെ താത്ത. അപ്പോൾ അവളെയും വിളിച്ചിട്ട് പോന്നു. അങ്ങനെ എന്തായാലും വീടെത്തി. അപ്പോൾ അവിടെ കണ്ണടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകാതിരിക്കുകയാണ്. അങ്ങനെ വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുകയാണ്. അമ്മായി അകത്തുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ പിന്നെ ചോറും കറിയും വെക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ കാക്കൂന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറടി കേട്ടോ. കമ്പനിക്ക് ആരും ഇല്ലല്ലോ, എന്നാലും ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ, അധികം ദിവസമൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും താത്ത വീഡിയോ എടുത്ത് തരികയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വലിയ വശമൊന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരിക്കുക, അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ എനിക്കറിയാം വീഡിയോ എടുക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ ഇനിയുള്ള ജോലിയൊന്നും നമുക്കിവിടെ വന്നിട്ടുണ്ടാവില്ല. വെറുതെ ഇരിക്കുക, ചായ കുടിക്കുക, കഴിക്കുക, ഉറങ്ങുക, അത്രയേ ഉള്ളൂ. ഉമ്മാക്കൊരു ഇടക്ക് മരുന്ന് ഒറ്റിക്കാണ്ട് കേട്ടോ, 3-4 നേരമൊക്കെ മരുന്ന് ഒഴിച്ചു കൊടുക്കാണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉള്ളൊരു പണികൾ. അങ്ങനെ രാത്രി ഫുഡ് ഉണ്ടാക്കുക കേട്ടോ, ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ താത്തയാണ് ഞങ്ങളെ കുക്ക് കേട്ടോ. അവൾ തന്നെ ഉണ്ടാക്കണം. ഞങ്ങളാരും ഉണ്ടാക്കിയത് വലിയ ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ അവളെ തന്നെ അടുക്കളയ്ക്ക് ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുക. ചോറും കറിയൊക്കെ ഞങ്ങൾ പുറത്താട്ടോ. പുറത്തതുപോലെ അമ്മായി ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കണം, ഗ്യാസിലൊന്നും വെക്കില്ല. രാവിലെ എന്തെങ്കിലുമൊക്കെ ചായ കടി എന്തെങ്കിലും ഗ്യാസിലുണ്ടാക്കും. പിന്നെ ചോറും കറിയൊക്കെ ഇതുപോലെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മായി എന്തോ പൊടി ചോദിക്കുകയാണ് കേട്ടോ, ഈ പൊടി വേണമെന്നോ എന്തോ ചോദിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. മോനിങ്ങനെ അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് നടക്കുക കേട്ടോ. ഇവിടെ നല്ല വെളിച്ചമാണ്, ഫുൾ ടൈമും പകൽ പോലെയാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നാൽ എല്ലാവരും ഏറ്റിട്ടുണ്ടാവും, തൊട്ട് പെരകളല്ലേ. അപ്പോൾ ഫുൾ ടൈമും നല്ല വെളിച്ചമാണ്. അവനപ്പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, രാധൻ്റെ വീട്ടിൽ. അവളെ മോനായിട്ട് കളിക്കാൻ വേണ്ടി പോവുകയാണ്. കാക്കു അവിടെ പുറത്തിരുന്ന് ഫോണും നോക്കിയിരിക്കുന്നുണ്ട്. ആൾക്ക് നേരം വെളുത്ത് കിട്ടിയാൽ മതി അറിഞ്ഞിരിക്കുക വിട്ടോ പോകാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ആയതിനു ശേഷം ഞാനും താത്തി എല്ലാവരും കളിച്ചൊന്ന് പുറത്തൊക്കെ ഇറങ്ങി വന്നു.
ഇതിപ്പോൾ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റ് ഉള്ള കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് അമ്മായി ഞങ്ങൾ പാത്രം കഴുകുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ അധികം ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ താഴെ കുഴിയാണ് കേട്ടോ. ഈ ഒരു കൊട്ടത്താളം ഉണ്ടാക്കിയത് അതിൻ്റെ അടിയിൽ കുഴീൻ്റെ മേലെയാണ് അത് ഉണ്ടാക്കിയത്. ഡയറക്റ്റ് പൈപ്പേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മായി ഇതാ കുറേ പച്ചക്കറികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാക്കിൽ മണ്ണൊക്കെ ഇട്ടിട്ട് ഇവിടെ താത്ത രാവിലേക്കുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പിന്നെ നമുക്ക് പ്രവേശനമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിട്ടുനിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ ഇതാ അമ്മായി ഉറുമാമ്പഴത്തിൻ്റെ ചെടിയിൽ കുറേ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ കായ ഉണ്ടായിട്ടുണ്ട്, പൂവും കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ചെറിയൊരു തൈയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഇതാ വന്നപ്പോൾ നല്ല തൈയൊക്കെ വലിപ്പമായി അതിൽ നിറച്ച് പൂവും കായും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി പോണ പോക്കിൽ കായ ഉണ്ടാവും, പറിച്ച് കഴിക്കാനുള്ള പാകത്തിനൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതുവരെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.